അങ്ങനെ വൈദേഹിയിലെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് എനിക്കും ആദിക്കും. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ വൈദേഹിയിലെ ട്രോമാസിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് അയച്ചവർ കൂടുതലും ഇവിടുന്ന് പോയ ആൾക്കാരാണ് കേട്ടോ. പിന്നെ വൈദേഹിനെ പറ്റി അറിയാത്തവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ ട്രോമാസ് എന്നുള്ളത്. അതെന്താന്നുള്ളത് ഇവിടെ കുറച്ച് നാളെങ്കിലും നിന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ഇനി ഇവിടുന്ന് പോകുന്ന സ്ഥിതിക്ക് ഞാൻ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഞങ്ങൾ പോകുന്നത് പ്രമാണിച്ച് ഞങ്ങളുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ചേർന്ന് നമുക്കൊരു അടിപൊളി ഫെയർവെൽ തന്നിട്ടോ. ഫെയർവെലിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിട്ടോ. ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം വൈദേഹി തിങ്സ്. വൈദേഹിയിൽ പഠിച്ചതുകൊണ്ടും വർക്ക് ചെയ്തുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വൈദേഹി എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നു. കുറെ നല്ല അടിപൊളി സീനിയേഴ്സ്, ഒപ്പം പഠിച്ച കുറെ നല്ല ഫ്രണ്ട്സ്, കുറെ നല്ല ജൂനിയേഴ്സ്, ഇവരൊന്നും ഒരിക്കലും സത്യം പറഞ്ഞാൽ മറക്കാൻ പറ്റില്ല കേട്ടോ. അതുകൂടാണ്ട് വൈദേഹിന്ന് പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്. പണിയെടുക്കുന്നവൻ എന്നും പണിയെടുത്തോണ്ടേ ഇരിക്കുന്നു. പിന്നെ പണിയെടുക്കാൻ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ അവരെ എങ്ങനെയൊക്കെ പിഴിയാമോ അങ്ങനെയൊക്കെ പിഴിഞ്ഞ് ഇവര് വിടുള്ളൂ. പിന്നെ എത്ര നല്ലോണം പണിയെടുത്താലും നമ്മൾ ഇവിടെ പണിയെടുക്കുന്നില്ല എന്ന് മാത്രം നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുള്ളൂ. വൈദേഹിനെ പറ്റി മോശക്കാരെ അല്ലാണ്ട് ഞാൻ ചെറിയൊരു നല്ല കാര്യം കൂടെ പറയാം. വൈദേഹിയിൽ കയറി നമ്മൾ നല്ലപോലെ പണി പഠിക്കും. ഇവിടെ ഓരോ ദിവസവും പുതിയ പുതിയ അസുഖങ്ങളുള്ള ആൾക്കാരാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഒറ്റ കാര്യത്തിന് ഞാൻ വൈദേഹിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ മിസ് ചെയ്യോ ദീപ? സോ മച്ച്, സോ മച്ച്. അയ്യോ പോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇത്ര നേരം സന്തോഷം നിന്നെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് അവർ എൻ്റെ ID കാർഡ് മേടിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞ എന്തെല്ലാത്തൊരു വിഷമം എൻ്റെ ഉള്ളിൽ തട്ടിട്ടോ. അങ്ങനെ വൈദേഹിയിലെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി വേണം എല്ലാവരും പോയിട്ട് ബ്ലോക്ക് ചെയ്യാൻ. അപ്പോൾ ബൈ.